ഇത് ഏത് സ്ഥലമാ അമ്മേ? ആന്നല്ലോ. ഞാൻ ചോദിക്കുക എനിക്കിതൊന്ന് ഇവിടെ കുറെ ആൾക്കാരെ നമ്മളെ കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഓലകെട്ടിയപ്പോൾ ഇത് സാദേ മന്ദിരമാണെന്ന് അറിയത്തില്ലയോ ഇത് അമ്മയ്ക്ക്? അറിയാം. എഴുതി വെച്ചിട്ടില്ലയോ? ഞാൻ ആരുടെ കൂടെ താമസിക്കുന്ന ഇവിടെ? അമ്മയുടെ കൂടെ. ആണല്ലോ. ഇവിടെ കണ്ട ആണുങ്ങൾ വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ രാവിലെ വൈകിട്ടൊന്നും പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതുവഴി ഇങ്ങനെ മാസ്ക് വെച്ച് നിങ്ങളുടെ അവിടെ വരുമോ കള്ളു കുടിക്കാൻ? ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ വടക്കേലവൻ ഒരു കറുത്ത മാസ്ക് ഒക്കെ വെച്ച് അവനിങ്ങനെ ഇതുവഴി വഴിയേ പോകുന്നുണ്ട് ഇങ്ങോട്ട് കയറുവാന്ന് കഥ ഉണ്ടാക്കുക. അതുപോലെ ഈ SNDP-യിലെ കുറേ അവന്മാർ അവിടെ ഇവിടെയൊക്കെ വന്നിരുന്നേച്ച് ഇങ്ങോട്ട് കയറുന്നതാണ് കഥ ഉണ്ടാക്കുക. ഇത് കണ്ടോ അമ്മ പൂട്ടി കിടക്കുന്നത്? ഇവിടെ വരുന്നത് ഇതുവഴിയല്ലേ വരേണ്ടത്? ആണല്ലോ. ആ വഴിയേ പോകുന്നവരൊക്കെ ഇങ്ങോട്ട് വരുന്നവരാണോ? ഇത് വല്ലാത്ത ഇത് ഇവന്മാരൊക്കെ ആരാ നമ്മുടെ രക്ഷകർത്താവാൻ? ഇവനൊക്കെ എന്ത് ചെയ്യേണ്ടത് അമ്മേ? ഇത് വലിയൊരു രോഗമായിട്ട് മാറിയിരിക്കുക. ഇത് പൂട്ടി കിടക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. കണ്ടവന്മാരൊക്കെ ഇതുവഴി നടന്ന് പണ്ട് ഈ 5 CCTV ക്യാമറ ഇവിടെ നിന്ന് അടിച്ചു പൊട്ടിച്ച കഥ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയത്തില്ലയോ? എന്നിട്ട് എന്തെല്ലാം ഉപദ്രവിച്ചെന്നറിയോ നമ്മുടെ പ്രമാണം വരെ എടുത്തുകൊണ്ട് പോകാൻ ഈ കള്ളന്മാർ നോക്കി കേട്ടോ. പല രീതിയിൽ നമ്മുടെ സ്വത്തും വകയൊക്കെ അടിച്ചെടുക്കാൻ കുറേ കള്ളികളും കള്ളന്മാരും ഇതിനകത്ത് കുറേ അവന്മാരും അവളും കൂടെ വന്നിരിപ്പാ ജോലി. ആ വഴിക്കുളത്തിന് അവിടെ ഉള്ള ഒരുത്തിയും കൂടെ ഇവിടെ കുറേ അവന്മാരും കൂടെ വന്നിരുന്നേച്ച് നമ്മളെടുക്കൽ ആരാണ്ട് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫുൾ ടൈം ഫോണില്ല. ഇത് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക നമുക്ക്. ഇത് നാട്ടുകാരറിയണമെന്ന് അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയോടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ വൈകിട്ട് പോകുമ്പോൾ കാണുന്നില്ല, ആരും രാവിലെ പോകുമ്പോഴും കാണുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഈ വഴിയെ കൂടെ പോകുന്നവരാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഇത്രയും കളത്തിയെല്ലാം ഉണ്ടാക്കിയും വെച്ചേക്കുന്നത്. അല്ല അവന്റെ വീട്ടിലോട്ടുള്ള വഴി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഈ കിടക്കുന്നത് അവന്റെ വഴിയെ പോകുന്നവരല്ല ഞങ്ങളുടെ വീട്ടിൽ വരുവാന്നോ? ആണോ? ഈ റോഡിൽ പോകുന്നവരല്ല ഞങ്ങളുടെ വീട്ടിൽ കൂടെ വരുന്നവരാണോ? ഇത് വല്ല നമ്മൾ ഇതിനെതിരെ ഇതാക്കണ്ടായോ? അല്ല നിങ്ങളൊക്കെ കാണുന്നത് നിങ്ങൾ അറിയണ്ടായോ? ഇതൊക്കെ ഇങ്ങനത്തെ പല രീതിയിൽ നമ്മളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇവന്മാർ. നമ്മുടെ സ്വത്തും മുതലൊക്കെ അടിച്ചെടുക്കാനും എൻ്റെ ഒരു അനിയത്തി എന്ന് പറയുന്ന ഒരു കള്ളിയുണ്ട്. കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ. അവളവിടെ ഭർത്താവിനെ കെട്ടിത്തൂങ്ങി കൊന്നത്. അറിയാവോ അമ്മയ്ക്ക്? നിങ്ങളൊന്ന് തിരക്കി നോക്കണം ആളുകളോട്. അത്ര വലിയ കേമിയ നമ്മൾ അവനുമായിട്ടൊക്കെ ഭയങ്കര. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അമ്മ വീട്ടിൽ ചെന്നപ്പോഴേ എൻ്റെ അമ്മ വീട്ടിൽ ചെന്നപ്പോൾ ഇവനെയും കൊണ്ട് ഈ വിരുന്നിന് പോത്തില്ലയോ, അന്നേരം അവിടുത്തെ ഒരവൻ പറയാ അനിയത്തി കയറിയിരുന്നേനെയല്ലോ ഒന്ന് മണ്ഡപത്തിൽ. ഭർത്താവിനോട് കേക്കേ. അപ്പൊ എന്തോ ഇവരൊക്കെ എന്നെ കൊന്നങ്ങ് കൊല വിളിച്ച് വെച്ച് ഇവനും കൂടെ പൊറുക്കാനായിരുന്നു ഇപ്പൊ പദ്ധതിയൊക്കെ. നടന്നില്ല കേട്ടോ. അതിനെ ഈ 2019 എന്നെ ഇവിടെ കൊല്ലാൻ നോക്കി. നിങ്ങൾക്കറിയാവോ? ഞാൻ എഴുതി വെച്ചതൊക്കെ അറിയാവോ? ഇവിടെ ഇതിനാ എഴുതി വെച്ചത്. കാരണം നമ്മളെ ഇവിടെ ഇപ്പോഴും കറണ്ടില്ല. കറണ്ടൊക്കെ കളയുക, രാത്രി വരത്തില്ലെന്ന് പറയുക, അങ്ങനെ കുറേ എണ്ണമൊക്കെ ഇവിടെ കൂടെ അങ്ങ് നടപ്പായിരുന്നു. ഇവൻ്റെ മോനെ ഈ വടക്കേലെ അവൻ്റെ മോനെ പാതിരാത്രിക്ക് ഇതുവഴി നടത്തുക. ഇതിനകത്തുണ്ടല്ലോ ഗുണ്ടകൾ വന്നേച്ച് എൻ്റെ CCTV ക്യാമറ അടിച്ചു പൊട്ടിക്കുന്നതും എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇങ്ങനെ വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മളെ വെച്ച് ഇൻഷുറൻസ് അടിക്കണം. ഇത് നാട്ടുകാരോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇങ്ങനെ ഇത് പൂട്ടിയിട്ടിരിക്കുന്ന കണ്ടില്ലയോ? ഇവിടോട്ട് കയറണമെങ്കിൽ ഇതിനകത്തൂടെ അല്ലയോ വരേണ്ടത്? തോന്നിയാസം പറഞ്ഞുണ്ടാക്കുന്ന കുറേ ഒരു SNDP കുറേ അവന്മാരും എല്ലാം കൂടെ വന്നിരുന്ന് കഥകളുണ്ടാക്കുക ജോലി. തനി തോന്നിയാസം തന്നെ.